എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ്. 34 വയസ്സുണ്ട്. +2 ആണ് വിദ്യാഭ്യാസം. ഭരണി നക്ഷത്രം, കോഴിക്കോട് ജില്ല. മീഡിയം ഫാമിലിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. പുണർദം നക്ഷത്രം, 33 വയസ്സുണ്ട്. +2 ആണ് വിദ്യാഭ്യാസം. തൃശ്ശൂർ ജില്ലയിലാണ്. ഒരു മീഡിയം ഫാമിലിയാണ് ഇവർ. വലിയ ഡിമാൻഡൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇഴവ യുവതിയാണ്. 26 വയസ്സുണ്ട്. പൂരാടം നക്ഷത്രം, +2 ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം. എറണാകുളം ജില്ലയിലാണ് വീട് വരുന്നത്. ഒരു ഇടത്തരം ഫാമിലിയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 27 വയസ്സുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രമാണ്. BSc ഫാഷൻ ഡിസൈനറാണ്. പാലക്കാട് ജില്ലയിൽ. ഇടത്തരക്കാരാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇഴവ യുവതിയാണ്. 30 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. തൃക്കേട്ട നക്ഷത്രം, കോഴിക്കോട് ജില്ല. മീഡിയം ഫാമിലി. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. 32 വയസ്സുണ്ട്. രേവതി നക്ഷത്രം, +2 ആണ് വിദ്യാഭ്യാസം. മലപ്പുറം ജില്ലയിലാണ്. വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നുള്ള ആലോചനയായാലും നോക്കാമെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇഴവ യുവതിയാണ്. 24 വയസ്സ്. ഡിഗ്രിയാണ്. TTC കഴിഞ്ഞിട്ടുണ്ട്. ഉത്രാടം നക്ഷത്രമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 38 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. പുണർദം നക്ഷത്രം, പാലക്കാട് ജില്ല. മീഡിയം ഫാമിലിയാണ്. ഇവരിടത്തരം ഫാമിലി എന്നുള്ള ആലോചന മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 40 വയസ്സുണ്ട്. ഡൈവോഴ്സാണ്. +2 ആണ് വിദ്യാഭ്യാസം വരുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് വീട്. സാധാരണക്കാരാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ കാർപ്പൻ്റർ യുവതിയാണ്. 26 വയസ്സുണ്ട്. +2 ഡിപ്ലോമയാണ്. പൂയം നക്ഷത്രം, കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്. സാധാരണക്കാരാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ്. ഈഴവ യുവാവാണ്. 31 വയസ്സുണ്ട്. തിരുവോണം നക്ഷത്രം, ഡിപ്ലോമയാണ്. ബിസിനസ്, സ്വന്തം കടയാണ്. യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല. ഇവരുടെ നമ്പർ 79 07 36 72 46 ഇത്. ഈ പയ്യൻ കാണാനൊക്കെ നല്ല പയ്യനാണ്. കണ്ടു കഴിഞ്ഞാൽ 31 വയസ്സൊന്നും അങ്ങനെ പറയില്ല. നല്ല ഒരു ഫാമിലി ആണ്. അവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. ഞാനീ പറഞ്ഞ നമ്പറിലേക്ക് താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്തോളൂ. അടുത്തത് 35 വയസ്സുണ്ട്. ഈഴവ യുവാവാണ്. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസം. അശ്വതി നക്ഷത്രം, ബിസിനസ്സാണ് ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ്. അച്ഛനും അമ്മയും ഒരു ബ്രദറുമാണുള്ളത്. കണ്ണൂർ ജില്ലയാണ്. അവർക്ക് ജില്ല ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നുമില്ല. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ നമ്പർ 99 99 61 41 47 04 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു ഈഴവ യുവാവാണ്. 39 വയസ്സുണ്ട്. ഡിപ്ലോമയാണ്. ഡ്രൈവറാണ്. സ്വന്തം വണ്ടിയാണ്. അച്ഛൻ മരണപ്പെട്ടതാണ്. അമ്മയുണ്ട്. 2 സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞു. ഒരു ബ്രദറുണ്ട്, കല്യാണം കഴിച്ചതാണ്. മൂലം നക്ഷത്രമാണ്. ഇടുക്കി ജില്ലയിലാണ് ഇവരുടെ വീട്. ഇവരുടെ നമ്പർ 76 78 67 64 78 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവാവാണ്. 43 വയസ്സ്. ഡിഗ്രിയാണ്. ബിസിനസ്സാണ് ചെയ്യുന്നത്. ആയുർവേദിക് മെഡിസിൻ്റെ ഷോപ്പാണ്. സ്വന്തം മില്ലുണ്ട്. എസ്റ്റേറ്റ് ഓണറാണ്. അച്ഛൻ മരണപ്പെട്ടതാണ്. അമ്മയുണ്ട്.
3 സഹോദരിമാരാണ്. കല്യാണം കഴിഞ്ഞു. ഒരു ബ്രദറ് കല്യാണം കഴിഞ്ഞു. ഉത്ര നക്ഷത്രമാണ്. ഇവർ പാലക്കാട് ജില്ലയിൽ കോങ്ങാടാണ് ഇവരുടെ വീട്. യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ നമ്പർ 96 56 68 88 31. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പെൺകുട്ടികളുടെ ബയോഡാറ്റ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് ഡീറ്റെയിൽ അയച്ചാൽ മതി. പെൺകുട്ടികൾക്ക് നമ്മളങ്ങനെ ചാർജ് ഈടാക്കുന്നില്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ചാർജ് ഉള്ളത്. അല്ലാതെ കമ്മീഷനും കാര്യങ്ങളൊന്നും നമ്മൾ ആരുടെ അടുത്തൊന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ കൊടുക്കണ എല്ലാം ഇപ്പോൾ മാരേജ് നടക്കണമെന്നില്ല. നടക്കുന്നത് വരെ നമ്മളടുത്തുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങൾ നടത്തി തരാമെന്നോ നടക്കുന്നോ അങ്ങനെ ഒരു വാഗ്ദാനം നമ്മൾ ആരോടും പറയണില്ല. ഏത് കസ്റ്റമറായാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല. നമ്മളടുത്ത് ചാർജ് അടച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് വരുന്ന, അല്ലാതെ നമുക്കിപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ, ആൾക്കാരുടെ ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഡീറ്റെയിൽ നമ്മൾ എല്ലാ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതിന് എന്താ പറയുക, കൃത്യമായിട്ട് ഹായ് അയച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ചില ആളുകളുണ്ട് രജിസ്ട്രേഷൻ ചെയ്ത് 3-4 ഡീറ്റെയിൽ അല്ലെങ്കിൽ 1-2 മാസം ഇങ്ങനെ നോക്കി പിന്നെ അവർ യാതൊരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ശരിയായിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നുള്ളത്. പിന്നീട് വേറൊരു സമയങ്ങളിൽ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടിയില്ല അങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് നിങ്ങൾ ശരിയായോ എന്ന് ചോദിക്കുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഒത്തിരി കസ്റ്റമർ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാരേജ് ശരിയായ ആളുകൾ നമ്മളോട് പറയാറുമില്ല, അധികം ആരും പറയില്ല. പിന്നെ മാരേജ് കഴിഞ്ഞ ആൾക്കാർ മറ്റുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ട് അവർ വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുക നിങ്ങളുടെ അടുത്തുനിന്ന് മാരേജ് ശരിയായ ഇന്ന ആൾ തന്നതാണ് നമ്പർ. ആ ഇന്ന ആളെന്ന് പറയാൻ തന്നെ അവർക്ക് മടിയാണ്. കാരണം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയരുതെന്ന് പറഞ്ഞിട്ടായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളുടെ അടുത്ത് ശരിയായ ആളാണ് ഞങ്ങൾക്ക് നമ്പർ തന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ അറിയുള്ളൂ. പിന്നെ ചില ആളുകളെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും നമുക്കൊരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും അയക്കുമ്പോൾ നമുക്കങ്ങനെ അറിയാൻ കഴിയും. പിന്നെ ചിലർ പറയും ചെയ്യും. എല്ലാവരും എന്താ പറയുക, 100 ഒരു 80% ആൾക്കാരും പറയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹായ് ഒന്ന് നിർത്തി വരാതെ ആയാൽ ശരിയായിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കും. അങ്ങനെയാണത് ചിലതങ്ങനെ ഡിലേ വന്ന് പോണത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് എല്ലാം ഇപ്പം നമുക്ക് ശരിയാവില്ലല്ലോ. മാരേജ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തു വരേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ഒരു മാട്രിമോണി അല്ലെങ്കിൽ ഒരു ബ്രോക്കർ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതന്നെ നടക്കണം എന്നില്ലല്ലോ. അപ്പോൾ നടക്കുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽസ് നോക്കി അയച്ചു തരും. ചിലപ്പോൾ ചില ഇത് നീണ്ടു പോവാറുണ്ട്. കാരണം ചിലർ പറയും ഞങ്ങൾ 3 മാസമായില്ലേ 4 മാസമായില്ലേ നടന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു സമയത്തിൻ്റെ ഉള്ളിൽ നടത്തി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നടത്തി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന തന്നെ നടക്കും, അങ്ങനെ പറയില്ല. നടക്കുന്നത് വരെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ എല്ലാവരും ഇതുവരെ കൂടെ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ചെറിയ ചാനലായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും ഇതായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏകദേശം 25K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.